ഹേ ഗൈസ്, ഞാനിപ്പോൾ തൃശ്ശൂരിലുള്ള വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിലാണുള്ളത്. ആൻഡ് ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് S24 അൾട്രയാണ്. അൺബോക്സിംഗ് മാത്രമല്ല, ഇതിൽ വരുന്ന പുതിയ ഫീച്ചേഴ്സും അതുപോലെ തന്നെ S23 അൾട്രയുള്ള കമ്പാരിസണും കാണിച്ചു തരാം. S24 അൾട്രയിൽ 12GB RAM ആണ് വരുന്നത്. പിന്നെ ഇന്റർണൽ മെമ്മറി നമുക്ക് 256, 512 ആൻഡ് 1TB അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ വരുന്ന പ്രൊസസർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. ഗാലക്സി AI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഫോണാണിത്. ഇത് കറന്റ് Android 14 One UI 6.1 റൺ ചെയ്യുന്നത്. S23 സീരീസ് പോലുള്ള ചില മോഡൽസിന് One UI 6.1 അപ്ഡേറ്റ് വരുമ്പോൾ ഇതിലുള്ള ചില ഗാലക്സി AI ഫീച്ചേഴ്സ് അതിലും കിട്ടും. ഗാലക്സി ഐയിലുള്ള എല്ലാ ഫീച്ചേഴ്സും കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ആ വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ മറക്കാണ്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. S24 അൾട്രയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.3 lakhsലാണ്. ഇത് 4 കളേഴ്സിലാണ് ലോഞ്ച് ചെയ്തത്: ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം വയലറ്റ് ആൻഡ് ടൈറ്റാനിയം യെല്ലോ. ഇതിന്റെ കൂടെ ടൈറ്റാനിയം ബ്ലൂ, ടൈറ്റാനിയം ഗ്രീൻ ആൻഡ് ടൈറ്റാനിയം ഓറഞ്ച് സ്പെഷ്യൽ എഡിഷൻ കളേഴ്സും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബോക്സിനുള്ളിൽ നമുക്കൊരു സിം ഇജക്ടർ പിൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 യൂസർ മാനുവൽ കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു ചാർജിംഗ് കേബിൾ ആണ് ഉള്ളത്. ആസ് യൂഷ്വൽ അഡാപ്റ്റർ ഉണ്ടാവില്ല. കേബിൾ C2C ആണ് വരുന്നത്, അതായത് 2 സൈഡും C ടൈപ്പ് ആയിരിക്കും. പിന്നെ കളർ ബ്ലാക്ക് ആണ്. S24 അൾട്രയിൽ 7 years ആണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുന്നത്. പിന്നെ വെയിറ്റ് 232 gram ആണ്, അതായത് S23 അൾട്രേനെക്കാട്ടും 1 gram കുറവാണ്. ഇതിന്റെ ഓഡിയോ AKG ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ, 5G സപ്പോർട്ട് ആൻഡ് Wi-Fi 7 ആണ് വരുന്നത്. പിന്നെ എല്ലാ കൊല്ലത്തെയും പോലെ 45W വയർഡ് ചാർജിംഗ്, 15W വയർലെസ് ചാർജിംഗ്, പിന്നെ 4.5W റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ട്. ഇതിന്റെ ബാറ്ററി വരുന്നത് 5000 mAh ആണ്. പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. iPhone 15 സീരീസ് പോലെ തന്നെ ഇതിന്റെ ബോഡിയും ടൈറ്റാനിയം ആണ്. S24 അൾട്രയിൽ 6.8 inch QHD+ ഡൈനാമിക് LTPO AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ കാണുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് ആർമർ ആണ്. ഇത് 75% റിഫ്ലക്ഷൻ റെഡ്യൂസ് ചെയ്യും. ഞാൻ അപ്ലോഡ് ചെയ്ത S23 അൾട്രയായിട്ടുള്ള കമ്പാരിസൺ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. ഇതിൽ 505 ppi ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. പിന്നെ എല്ലാ സൈഡിലും ഈക്വൽ ആയിട്ടുള്ള വെരി തിൻ ബെസൽസ് ആണ് വരുന്നത്. ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി 505 ppi ആണ്. 120Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ 2600 പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഇനി നമുക്ക് ക്യാമറയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ കാണുന്നത് 12 മെഗാപിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയാണ്. ഇതിന്റെ അപ്പർച്ചർ 2.2 പിന്നെ 26mm വൈഡ് ലെൻസ് ആണ് വരുന്നത്. ക്യാമറ കട്ടൗട്ട് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിയറിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പ് കാണാൻ പറ്റും. ഇവിടെ ആദ്യം തന്നെ 12 മെഗാപിക്സലിന്റെ 120° അൾട്രാ വൈഡ് 13mm ലെൻസ് ആണ് വരുന്നത്. ഇതിന്റെ അപ്പർച്ചർ 2.2 ആണ്. അടുത്തത് 200 മെഗാപിക്സൽ 24mm വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. ഇതിന്റെ അപ്പർച്ചർ 1.7 ആണ്. അതുപോലെ തന്നെ 2x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമും വരുന്നുണ്ട്. ഇവിടെ അടിയിൽ കാണുന്നത് പുതിയ 50 മെഗാപിക്സലിന്റെ 111mm പെരിസ്കോപ്പിക് ലെൻസ് ആണ്. ഇതിന്റെ അപ്പർച്ചർ 3.4 ആണ്. അതുപോലെ തന്നെ 5x ഒപ്റ്റിക്കൽ സൂമും 10x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമും ഇതിലുണ്ട്. ആൻഡ് ഫൈനലി കാണുന്നത് 10 മെഗാപിക്സലിന്റെ 67mm ടെലിഫോട്ടോ ലെൻസ് ആണ്. ഇതിൽ അപ്പർച്ചർ 2.4ഉം 3x ഒപ്റ്റിക്കൽ സൂമും സപ്പോർട്ടഡ് ആണ്. S24 അൾട്രയുടെ ബാക്ക് സൈഡ് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആണ്. ഇനി ഞാൻ ഫോണിന്റെ എല്ലാ സൈഡ്സും കാണിച്ചു തരാം. ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ട് ആദ്യം തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള വോളിയം റോക്കേഴ്സ് കാണാം. അതിന്റെ അടിയിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പവർ ബട്ടൺ ഉണ്ട്. ഇനി നമ്മൾ അടിക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ചേഞ്ചസ് കാണാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ S Penന്റെ ഭാഗമാണ് വരുന്നത്. അതിന്റെ ഹെഡ് ഇപ്പോൾ ഫ്ലാറ്റ് ആണ്. അതിന്റെ തൊട്ടടുത്ത് കാണുന്നത് സ്പീക്കേഴ്സ് ആണ്. അതൊരു സ്ലിറ്റ് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് USB-C പോർട്ട് ഉണ്ട്. പിന്നെ മൈക്രോഫോൺ ഹോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സിം ഇജക്ടർ ട്രേ കാണാം. ലെഫ്റ്റ് സൈഡിൽ ബട്ടൺസ് ഒന്നുമില്ല, പ്ലെയിൻ ആണ്. പിന്നെ ഫോണിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ 2 മൈക്രോഫോൺ ഹോൾസ് കാണാം. സാംസങ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് പോലുള്ള ആപ്പുകളായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐഫോൺസിലൊക്കെ ഉള്ള പോലെ ഹൈ ക്വാളിറ്റിയിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ HDR ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ഈ S24 അൾട്രയാണ്. ഇനി നമുക്ക് ക്യാമറയിലേക്ക് കിടക്കാം. S24 അൾട്രയിൽ നൈറ്റോഗ്രാഫി സപ്പോർട്ടഡ് ആണ്. പിന്നെ ഫോട്ടോ ആൻഡ് വീഡിയോ മോഡ് എടുക്കുമ്പോൾ 5x ഒരു ഇൻസ്റ്റന്റ് സൂം ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. S24 അൾട്ര വേഴ്സസ് S23 അൾട്രയുടെ ക്യാമറ കമ്പാരിസൺ വീഡിയോ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ മോറിൽ ലെഫ്റ്റ് സൈഡിൽ അടിയിൽ ഡുവൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടിയിൽ സെലക്ട് ലെൻസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ, അൾട്രാ വൈഡ് ആൻഡ് ടെലിഫോട്ടോ ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇത് ബേസിക്കലി ഡയറക്ടേഴ്സ് മോഡ് തന്നെയാണ്. ഇതിന്റെ ക്വാളിറ്റി ഫുൾ HD at 30fps അല്ലെങ്കിൽ 4K at 30fps ലേക്ക് സ്വിച്ച് ചെയ്യാം. ഇനി ഫോട്ടോ മോഡിലേക്ക് പോകുകയാണെങ്കിൽ ആസ് യൂഷ്വൽ 0.6x മുതൽ 100x വരെ സൂം അവൈലബിൾ ആണ്. സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ വല്ല ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടോ എന്ന് ക്യാമറ കമ്പാരിസൺ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇവിടെ മുകളിൽ കാണുന്ന 12mm ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 12 മെഗാപിക്സൽ, 50 മെഗാപിക്സൽ ആൻഡ് 200 മെഗാപിക്സലിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇനി അടുത്തത് ആസ്പെക്ട് റേഷ്യോ ആണ്. അത് ആസ് യൂഷ്വൽ 3:4, 9:16, 1:1 ആൻഡ് ഫുൾ ആണുള്ളത്. ഇനി അടുത്തത് വീഡിയോ മോഡാണ്. ഇവിടെ മുകളിൽ കാണുന്ന UHD 60 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് HD at 30fps, Full HD at 30 and 60fps, പിന്നെ UHD at 30 and 60fps ആൻഡ് 8K at 30fps ഇതിലൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ ക്വാളിറ്റിയുടെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ ക്വാളിറ്റി എടുക്കാൻ പറ്റുന്നത് UHD at 60 ആണ്. ഇതേപോലെ തന്നെ നമ്മൾ ഫോട്ടോ മോഡിൽ നോക്കുകയാണെങ്കിൽ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. ഇനി അടുത്തത് പോർട്രേറ്റ് മോഡാണ്.
ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1x, 2x, 3x ആൻഡ് 5x സൂംസ് അവൈലബിൾ ആണ്. S23 Ultra 3x വരെ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു പുതിയ ഓപ്ഷൻ വേറൊന്നുമല്ല, വീഡിയോ മോഡിൽ നമുക്ക് 4K 60 FPS 0.6x മുതൽ 20x വരെ കണ്ടിന്യൂസ് സൂം നമുക്ക് അവൈലബിൾ ആണ്. S23 Ultra ഫുൾ HD ഓട്ടോയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ക്യാമറ മോഡ്സ് ഞാൻ കുറേയൊക്കെ കാണിച്ചു തന്നു. ഇനി നമുക്ക് ക്യാമറ സെറ്റിംഗ്സിൽ വല്ല ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. S23 Ultra 1 UI 6 അപ്ഡേറ്റ് വന്നതിന് ശേഷം വന്ന ചേഞ്ചസ് മാത്രമേ എവിടെയും കാണാനുള്ളൂ. ആ ഓരോ ചേഞ്ചിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ യൂട്യൂബ് ഷോർട്സ് എടുത്ത് നോക്കിയാൽ മതി. ഇനി ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ കുറച്ച് AI ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഇതിന് നമ്മൾ ആദ്യം തന്നെ സാംസങ്ങിന്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ അടിയിലുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ജനറേറ്റീവ് AI ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ അഡ്വാൻസ് ഇന്റലിജൻസ് പറഞ്ഞിട്ട് AI ഒരു പേജ് വരും, അവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ സാംസങ് അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് എല്ലാ ഗാലക്സി AI ഫീച്ചേഴ്സിലും കാണിക്കുന്നതുകൊണ്ട് ഇതിന്റെ മാത്രമുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ഇടാം. ഇപ്പോൾ തൽക്കാലം ഞാൻ സാംസങ് ആൻഡ് ഗൂഗിൾ പാർട്ണർഷിപ്പ് ചെയ്തപ്പോൾ കൊണ്ടുവന്ന AI ഫീച്ചേഴ്സ് കാണിച്ചു തരാം. നമ്മൾ ഹോം ബട്ടൺ ഇതേപോലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ഓപ്ഷൻസ് പോപ്പപ്പ് വരും. ഇനി നമ്മൾ എന്തിനെങ്കിലും മുകളിൽ ഇതേപോലെ സ്ക്രിബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിന് മുകളിൽ മാർക്ക് ചെയ്ത സ്പെസിഫിക് ഏരിയയിൽ മാത്രമായിട്ടാണ് ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആവുക. സ്ക്രിബിൾ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ സർക്കിൾ വരച്ചിട്ടും സ്കാൻ ചെയ്യാം. ഇനി ഈ കാണുന്ന പ്രോഡക്റ്റിന്റെ റിസൾട്ട് എനിക്ക് ആമസോണിൽ നിന്ന് മാത്രം കാണുന്നുണ്ടെങ്കിൽ ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ഇൻ ആമസോണിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആമസോണിലുള്ള പ്രോഡക്ട്സ് മാത്രം കാണിച്ചു തരും. സോ ഇപ്പോൾ കാണിച്ച പോലെ നമുക്ക് ഇൻഡെപ്ത് സെർച്ചിങ് അവൈലബിൾ ആണ്. ഇനി വല്ല ടെക്സ്റ്റ് ഒക്കെ ഉള്ള ഏരിയയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ജസ്റ്റ് സ്ട്രോക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ടെക്സ്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അടിയിൽ നമുക്ക് ഇതേപോലെ സെർച്ച് റിസൾട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുകളിൽ കോപ്പിയും ട്രാൻസ്ലേറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോപ്പപ്പ് വരും. ഇനി കുറച്ചധികം വേർഡ്സ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോ ചെയ്താൽ മതി. അപ്പോൾ ആ വേർഡ്സ് എല്ലാം സെലക്ട് ആവും. ഞാൻ ഫുൾ ആയിട്ട് ഡിജിറ്റൽ വേണൂസ് ആർക്കേഡ് എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻസ് ഒക്കെ സെർച്ച് റിസൾട്ടിൽ കാണിച്ചു തന്നു. സാംസങ്ങിന്റെ ഡയലർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാം, അത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് കോൾ അസിസ്റ്റന്റ് സെക്ഷനിൽ ലൈവ് ട്രാൻസ്ലേറ്റ് കാണാൻ പറ്റും. ഇത് ഗാലക്സിയുടെ ഒരു AI ഫീച്ചർ ആണ്. ഇപ്പൊ എനിക്കൊരു കോൾ വന്നാൽ എനിക്ക് ഇംഗ്ലീഷും അവർക്ക് ഹിന്ദിയാണ് അറിയുള്ളൂ എങ്കിൽ കോളിന്റെ ഇടയിൽ ലൈവ് ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്താൽ ഞാൻ പറയുന്നത് അവർക്ക് ഹിന്ദിയിലും അവർ പറയുന്നത് എനിക്ക് ഇംഗ്ലീഷിലും ലൈവ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇവിടെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ മീ ആൻഡ് അതർ പേഴ്സന്റെ സെക്ഷൻസ് കാണാം. രണ്ടുപേരുടെയും ലാംഗ്വേജ് ട്രാൻസ്ലേറ്റഡ് വോയിസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒറിജിനൽ ആയിട്ട് സംസാരിക്കുന്ന ആളുടെ സൗണ്ട് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാനും പറ്റും. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. എന്റെ ചാനലിൽ ഞാൻ S24 Ultra വേഴ്സസ് S23 Ultra'യുടെ ഡിസൈൻ ആൻഡ് സ്പെക് കമ്പാരിസണും അതുപോലെ തന്നെ S24 അൺബോക്സിംഗും S23 ആയിട്ടുള്ള കമ്പാരിസൺ വീഡിയോയും ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. S24 Ultra ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണൂസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് S24 Ultra ഓർഡർ ചെയ്യാവുന്നതാണ്. നേരത്തെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ബെനിഫിറ്റ്സും കാർഡ് ഓഫറും അവൈൽ ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.